ക്ഷണിക്കാറുണ്ടായിരുന്നു. താല്പര്യമില്ലാണ്ട് പോകുന്നൊന്നുമില്ല. നിർബന്ധിച്ചിട്ട് പിന്നെ ഇതേപോലെ മീറ്റിങ്ങിൽ ഞാൻ കടന്നുകൂടി. ഇതിപ്പോൾ സീറ്റ് കിട്ടാതെ കുറെ പേരെ ഞാൻ പുറത്ത് കാണുന്നുണ്ട്. അതുപോലെ ഞാൻ പുറത്തൊക്കെ നിന്ന് എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ ഒരു നല്ല രസമല്ലേ, നമുക്ക് ഇഷ്ടം തോന്നുന്ന വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ കൈയൊക്കെ അടിച്ചു. അങ്ങനെ നേരത്തെ ഒരു ലീഡർ പറഞ്ഞു, മുമ്പിൽ എന്തെങ്കിലും കൈയടിച്ച് ഇവിടെ എത്തുമെന്ന് പറഞ്ഞ പോലെ ഞാൻ നിന്നും പിന്നീട് ഇരുന്നും ഒക്കെ കൈയടിച്ച് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. 2 വർഷത്തോളം പ്രൊഡക്റ്റുകൾ മാത്രം വാങ്ങി ഉപയോഗിച്ചു. പിന്നെ കുറച്ച് കുടുംബക്കാർക്കും കൂട്ടുകാർക്കൊക്കെ കൊടുക്കേണ്ട ഒരു നിർബന്ധിത സാഹചര്യം വന്നു. കാരണം എന്റെ ബിസിനസ് പരിചയപ്പെടുത്തിയ വ്യക്തി എനിക്ക് ഒരുപാട് പ്രൊഡക്റ്റുകളൊക്കെ തുടക്കത്തിൽ ഒരു 16,000 രൂപയുടെ പ്രൊഡക്റ്റൊക്കെ തന്നത് കൊണ്ട് തന്നെ ഇതെല്ലാം നമുക്ക് ഉപയോഗിച്ച് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് കുടുംബക്കാർക്കും കുറച്ച് കൂട്ടുകാർക്കും കൊടുത്തു. അതൊക്കെ നല്ല റിസൾട്ടായി മാറി. അവർ പിന്നീട് സാധനങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ അറിയാതെ ഈ ബിസിനസിന്റെ ഭാഗമായി. 2 വർഷത്തോളം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഒരു സമയത്ത് എന്നെ പറ്റിച്ചിട്ട് ഒരു ട്രെയിനിങ്ങിന് കൊണ്ടുപോയി. 2 ദിവസം താമസിച്ച് ഉള്ള ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു വയനാട്ടിൽ വെച്ച്. എന്നോട് പറഞ്ഞ് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തോ, നമുക്കൊരു 3-4 ദിവസം കറങ്ങിയിട്ട് വരാം. എവിടെയാന്ന് വെച്ചു, വയനാടാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് അവിടെ ചെന്ന് ഒരു റിസോർട്ടിൽ ചെന്നു. റെസിഡൻഷ്യൽ ട്രെയിനിങ് എന്നാണ് അതിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോ അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു റിസോർട്ടിൽ എത്തി നമുക്ക് പോകാൻ പറഞ്ഞു. അവർ പറഞ്ഞു ഇവിടുന്ന് പോകാനായിട്ടില്ല, കുറച്ച് ഫോർമാലിറ്റീസ്. ഞാൻ പറഞ്ഞു ഇവിടെ എന്ത് ഫോർമാലിറ്റീസ്, നമ്മൾ രാത്രി കിടക്കാനാണ്. അല്ലല്ല, കുറച്ച് ആൾക്കാരും കൂടി വരാനുണ്ട്. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ എനിക്കൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മനസ്സിലായി. ഇവിടുന്ന് പോകാനല്ല, എന്തോ ഒരു പരിപാടിയാണ്. ഏതായാലും ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോയതല്ലേ. അങ്ങനെ ഒരു 2 ദിവസം അവിടെ ചെലവഴിച്ചിട്ടാണ് നാട്ടിൽ തിരിച്ചു വന്നത്. ആ 2 ദിവസമാണ് സത്യം പറഞ്ഞാൽ മൈലേജ് സ്റ്റൈൽ എന്ന് പറയുന്ന മാർക്കറ്റിംഗ് കമ്പനിയും ഡയറക്ട് സെല്ലിങ്ങും ഇത് ചെയ്താൽ കിട്ടുന്ന ഗുണങ്ങളും എല്ലാം മനസ്സിലായിരുന്നു. തിരിച്ചു വന്നതിന് ശേഷം ഈ ബിസിനസ് ചെയ്തുകൊടുത്ത പല സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചു, നീ RTP എന്ന് പറയുന്ന പ്രോഗ്രാമിൽ പോയിട്ട് എങ്ങനെയുണ്ട്? ഞാൻ അവരോട് പറയാം എങ്ങനെയുണ്ടെന്ന് പറയാൻ എനിക്കറിയില്ല. പക്ഷെ എനിക്ക് മനസ്സിലായ കാര്യം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഒരു സാധാരണക്കാരനായ വ്യക്തി കുടുംബത്തിന് വേണ്ടി 30-40 വർഷം ഒറ്റയ്ക്ക് പണിയെടുത്ത് കഷ്ടപ്പെട്ടിട്ട് എന്താണോ അയാൾക്ക് സമ്പാദിക്കാൻ പറ്റുന്നത് അതിന്റെ മിനിമം 10 ഇരട്ടിയെങ്കിലും ഒരു 2 വർഷം കൊണ്ടോ 3 വർഷം കൊണ്ടോ 5 വർഷം കൊണ്ടോ ഒരു ടീം ഉണ്ടാക്കിയതാണ്. ഞാൻ നാട്ടിൽ തിരിച്ച് വന്നതിന് ശേഷം വൈക്കിനോട് പറഞ്ഞ് ഞാൻ ജോലി വിടുകയാണ്. അപ്പൊ പറഞ്ഞ് വിടാൻ മാത്രമുള്ള ജോലിയൊന്നും ഇല്ലല്ലോ, ഓൾറെഡി ആ ജോലി പോലല്ലേ, ഇത് വിട്ടിട്ട് ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു നമ്മൾ ഈ ബിസിനസ് സെറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഇതൊക്കെ രക്ഷപ്പെടുമെന്നുള്ള ആശങ്ക അവർക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ 2015-15 ഐ ഡി രജിസ്റ്റർ ചെയ്യുന്നത്. ഇങ്ങനെ ഉഴപ്പി പോയിരുന്നത് 17 ഈ ബിസിനസ് എന്റെ ഒരു കരിയറാക്കി ഏറ്റെടുത്തു. എന്റെ വിശ്വാസത്തോടെ പലരോടും പറഞ്ഞപ്പം അവിടെയാണ് എനിക്ക് മനസ്സിലായത് എന്നെ സ്നേഹിക്കുന്നവരെയൊക്കെ എനിക്ക് തിരിച്ചറിഞ്ഞത്. അവിടെയാണ് നിർദ്ദേശങ്ങളൊക്കെ വന്നത്. ഇത് പാടില്ല, ഇതാണ് നിനക്ക് അറിയാത്തതുകൊണ്ടാണ്. ഇത് കമ്പനി 6 മാസത്തിൽ കൂടുതൽ ഉണ്ടാവില്ല, നിന്നെ ജയിലിൽ അടക്കും, മാനം പോകും, അത് പോകും, ഇത് പോകും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഈ ബിസിനസ്സിനെ കുറിച്ച് കുറച്ച് മനസ്സിലായ ഒരു വ്യക്തി എന്ന രീതിയിൽ എനിക്കൊരു കാര്യം അവർക്കത് മനസ്സിലാകാത്തതുണ്ട്. പക്ഷെ അത് പറഞ്ഞു കൊടുക്കാൻ പോലും അവര് ഒരിക്കലും നമ്മുടെ മുമ്പിൽ ഇരുന്നോ നിന്നോ അവര് സമയം കണ്ടെത്താൻ ഇതായില്ല. പക്ഷെ എന്നിലുള്ള വിശ്വാസം കൊണ്ട് ഞാൻ മാക്സിമം ആൾക്കാർക്ക് പ്രൊഡക്റ്റ് കൊടുത്ത ആൾക്കാരോട്, അനുഭവം സംബന്ധ ആൾക്കാരോടൊക്കെ ഈ ബിസിനസ് പറഞ്ഞു മെല്ലെ ഇതുപോലുള്ള മീറ്റിങ്ങിലേക്ക് വിളിച്ചു. അങ്ങനെ 1, 2, 3, 4 ആളൊക്കെ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നു. 2017 ഒരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടിയിൽ മൈലേജ് മാർക്കറ്റിംഗ് എന്ന ഒരു കരിയർ തുടങ്ങി. എനിക്ക് 2018 10-ാം മാസം 10.25 ലക്ഷം രൂപകളുടെ i20 കാർ സ്വന്തമാക്കി ലഭിച്ചതാണ്. ഞാനൊരു വാടക വീട്ടിൽ നിന്ന് ഒന്നുമില്ലായ്മയിൽ നിന്ന് കടന്നു വന്ന് ആ ഒരു സാഹചര്യം മനസ്സിലാക്കി എന്നോടൊപ്പം പ്രവർത്തിക്കുന്നവരുടെ ആത്മവിശ്വാസം കൂടി ഇതിൽ നിന്ന് പലതും നേടാൻ പറ്റുമല്ലോ. അപ്പം ആ വന്ന ആൾക്കാരൊക്കെ അവര് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അത് വലിയൊരു ടീമും ആകുന്നതിന്റെ സൂചനകൾ കണ്ടു തുടങ്ങി. ആഴ്ചയിൽ 500, 1000, 2000 ഒക്കെ അവരുടെ അക്കൗണ്ടിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ വന്ന് ആ വരുമാനം ക്രമാതമായിട്ട് കൂടി. എനിക്ക് ആഴ്ചയിൽ 5000, 10,000 ഒക്കെ കിട്ടി. അങ്ങനെ 2019 നവംബർ 1 കേരള പർവ്വതനത്തിൽ ദൈവം ആദ്യമായിട്ട് എന്റെ അക്കൗണ്ടിലേക്കും 2,14,000. ഇന്ന് നിരവധി ആൾക്കാർ ഇന്ന് ആഴ്ചയിൽ 500 രൂപ മുതൽ 2,10,000 വാങ്ങുന്ന ആൾക്കാർ എന്നോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. വാടക വീട്ടിൽ നിന്ന് ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അങ്ങനെ വാടക വീട്ടിൽ താമസിക്കുന്നവർക്ക് അറിയാൻ പറ്റും. ലക്ഷങ്ങൾ കിട്ടുമെന്ന് പറയും, പക്ഷെ ഒരു വീട് പോലും സ്വന്തം ഇല്ലല്ലോ. പിന്നെ ആകെ പറയാനാണെങ്കിൽ ഒരു വണ്ടിയല്ലേ, അത് ചിലപ്പോൾ കമ്പനി കൊടുത്തതായിരിക്കും എന്നൊക്കെ.
മൈനസ് മാർക്കറ്റിംഗ് കമ്പനി നിലവിൽ ആർക്കും വണ്ടിയൊന്നും കൊടുത്തിട്ടില്ല. അതൊക്കെ അത് വാങ്ങാൻ പറ്റുന്ന രീതിയിലേക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിക്കുകയാണ് ഈ കമ്പനി ചെയ്തിട്ടുള്ളത്. ഇന്ന് ഞാൻ സഞ്ചരിക്കുന്ന വണ്ടി 28 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള 2015-16 കാലഘട്ടത്തിലൊക്കെ എന്റെ മക്കൾക്ക് അവരുടെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് വാങ്ങാൻ പോലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിയെന്ന് ഞാൻ എന്റെ മകന് 18 വയസ്സായപ്പോൾ അവന്റെ ഒരു ആഗ്രഹം അവനൊരു സ്കൂട്ടി വാങ്ങിക്കൊടുക്കൂ എന്നായിരുന്നു എന്റെ വൈഫിനോട് ചോദിച്ചത്. ഞാൻ സ്കൂട്ടി ഒന്നും വാങ്ങി തരുന്ന പരിപാടിയില്ല, അതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞ് അവരെ പറ്റിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ വിസ്മയിപ്പിച്ചുകൊണ്ട് ഞാൻ കൊടുത്ത റോയൽ എൻഫീൽഡിന്റെ ഒരു ഹണ്ടർ എന്ന് പറയുന്നത്. ഞാൻ പലപ്പോഴും എന്റെ വൈഫിനെയും മക്കളെയും കൊണ്ട് ഡ്രസ്സ് വാങ്ങാൻ കയറുന്ന സമയത്ത് സമയമായിട്ടുണ്ടാവും. ഓക്കെ സാറ് പറഞ്ഞിട്ട് മിസ്റ്റേക്ക്, എന്നാലും ഒരു 3 മിനിറ്റ് എടുക്കാമല്ലോ അല്ലേ? നിങ്ങൾ കൈയടിച്ചാലാണ് സമയം തരാന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ഡ്രസ്സൊക്കെ വാങ്ങുന്ന സമയത്ത് എന്റെ മക്കളൊക്കെ അവർ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് കാണിക്കും, ഇപ്പൊ ഇത് വേണം എന്ന് പറയും. ഞാൻ ആ സമയത്ത് അത് വാങ്ങിയിട്ട് എന്റെ മക്കളുടെ ശരീരത്തോട് ചേർത്ത് വെക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ചേർത്ത് വെക്കുമ്പോൾ ഞാൻ നോക്കുന്നത് ഇതുപോലെ അതിന്റെ വിലയായിരുന്നു. പക്ഷെ പലപ്പോഴും അത് വാങ്ങിക്കൊടുക്കാനുള്ള സാമ്പത്തികം എനിക്കില്ലായിരുന്നു. അതുപോലെ ഞാൻ വൈഫിനെ ശ്രദ്ധിച്ചിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട ചുരിദാറൊക്കെ പോയിട്ട് ഇങ്ങനെ പിടിച്ചു നോക്കും. ആ സമയത്ത് ഞാൻ അങ്ങോട്ട് പോയില്ല. വൈഫിന്റെ ശ്രദ്ധ മാറുന്ന സമയത്ത് ഞാൻ പോയിട്ട് ചുരിദാർ നോക്കാറുണ്ട്. പക്ഷെ അതിന്റെ വില കൂടുതൽ വാങ്ങാനൊന്നും പറ്റൂല. അപ്പൊ ഇവരോട് പറയും, നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ അറിയില്ല, ഞാൻ സെലക്ട് ചെയ്ത് തരാം എന്ന് പറഞ്ഞ് എന്റെ കൊണ്ടുപോയ പൈസക്ക് ആനുപാതികമായിട്ടുള്ളതൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ട് അവിടെ ഇറങ്ങും. പക്ഷെ മക്കളെ പറ്റിച്ചതാണെന്ന് മക്കൾക്ക് മനസ്സിലായില്ലെങ്കിലും അവരെയൊക്കെ പറ്റിച്ചു എന്നുള്ള കാര്യം എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാനൊരു ജോലിക്കാരനായ സമയത്താണ്. ഇന്ന് ഓരോ പെരുന്നാളുകൾ വരുന്ന സമയത്തും ഞാൻ എന്റെ വണ്ടിയിൽ അവരെ കൊണ്ടുപോയിട്ട് ടെക്സ്റ്റൈൽസിന്റെ അവിടെ ഇറക്കി വിടും. അവർക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങും. അവരോട് പറയും, അപ്പൊ അവരുടെ സെലക്ട് ചെയ്യൂലേ, ഞാൻ എനിക്ക് സമയമില്ല, ഞാൻ ആ സമയത്ത് പല ബിസിയാണെന്ന് പറയും. ഞാൻ അത്രേ പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് വാങ്ങിയിട്ട് കൗണ്ടറിന്റെ അടുത്ത് വരുമ്പോൾ എന്നെ ഒന്ന് വിളിച്ചാൽ മതി എന്ന് പറയും. ഞാൻ അവിടെ പോകും, സ്കാൻ ചെയ്യും, അവരെ സാധനമായിട്ട് വരും. ചില സമയത്ത് ഇവര് സമയത്ത് ഇറങ്ങി വന്നിട്ട് ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോണ്ടോ വൈഫ് ഒരു കയ്യിൽ ഒരു ഡ്രസ്സ് ഉണ്ടാവും, മറ്റേ കയ്യിൽ ഡ്രസ്സ് ഉണ്ടാവും, ഇതാണ് നല്ലത്, ഇതാണോ നല്ലത്, ഇതാണോ. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായത് 3 അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറഞ്ഞത് 3 നല്ലതാണ് എടുത്തോളൂ. പറയാൻ പറ്റുന്ന മൈലേജ് എന്ന മാർക്കറ്റിംഗ് കമ്പനിയില്ല. അപ്പൊ വാടക വീട്ടുന്ന 2023 52 ലക്ഷം രൂപ വിലയുള്ള ഒരു വീട് എനിക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് സാധിച്ചു. 2017 മുതൽ 2023 വരെയുള്ള കഥകളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 24-25 ഞാൻ പറയാൻ സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് നിർത്താണ്. എന്റെ ഒരു സാധാരണക്കാരൻ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നല്ലൊരു വീടും നല്ലൊരു കാറും നല്ല ജീവിത സാഹചര്യത്തിൽ എത്ര വർഷം കഷ്ടപ്പെടണം. എനിക്ക് മനസ്സിലായ പണ്ട് വയനാട്ടിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ ഇത്രയേ ഉള്ളൂ. അന്നും ഞാൻ പറഞ്ഞിരുന്നു, നല്ലൊരു ടീമിനെ നമ്മുടെ ഉണ്ടാക്കാൻ സാധിച്ചാൽ നമുക്ക് എത്രയോ വർഷം കൊണ്ട് ഉണ്ടാക്കുന്ന നേട്ടങ്ങൾ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇതുവരെ എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് അതോടൊപ്പം ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. സാധാരണഗതിയിൽ ഒരു വ്യക്തി അത് വളർന്ന് എവിടെയെങ്കിലും എത്തണമെങ്കിൽ അതിന് മുമ്പിൽ അല്ലെ ഒരുപാട് പ്രയത്നങ്ങളാണ്. ഞാനെന്ന വ്യക്തി ഇന്ന് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ലീഡേഴ്സിന്റെ വാക്കുകൾ അവരുടെ പ്രവൃത്തികളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. ഇന്ന് റോയൽ ക്രൗൺ ഡയമണ്ട് ആയിട്ടുള്ള നമ്മുടെ മുബീൻ മുഹമ്മദ് സാർ, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. ഇന്ന് ഗ്ലോബൽ ടീം കോർഡിനേറ്റർ റാങ്കിൽ നിന്ന് ബിസിനസ് ചെയ്യുന്ന MS പ്രസാദ്, അതുപോലെ GTC റാങ്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സോമകുമാർ സാറിനും ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ പ്രിയ സാറിനും ഹൃദ്യമായ നന്ദി അറിയിക്കണം. അതോടൊപ്പം ഇന്ന് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ലീഡേഴ്സിനേക്കാൾ കൂടുതൽ എന്നെ ഞാനാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. എനിക്ക് ശേഷം അദ്ദേഹം ഇവിടെ വരുന്നുണ്ട്. ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ ബിജോഷ് മാത്യു സാറിന്